എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് നവംബർ 14 എൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്കൊരു വർഷത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാസവും ഇഷ്ടമുള്ള ദിവസവും ഇന്നാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും അവരുടെ ബർത്ത്ഡേ വരുന്ന മന്തും ദിവസവും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചെറുപ്പം തൊട്ടേ നമുക്ക് കുറച്ച് അറ്റൻഷനും സ്നേഹവും ഗിഫ്റ്റും ഒക്കെ കിട്ടുന്ന ഒരു ദിവസമാണല്ലോ. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു താല്പര്യം കൂടുതൽ നമുക്ക് ആ ദിവസത്തോടുണ്ടായിരിക്കും. അപ്പൊ എനിക്കും അങ്ങനെയാണ്. നവംബറൊക്കെ ആയി എന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നവംബർ 14 എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. ചെറുപ്പത്തിൽ എക്സൈറ്റ്മെന്റ് ഒട്ടും തന്നെ വിടാതെ കയ്യിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ബർത്ത്ഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ 20കളോട് വിട പറഞ്ഞ് ഞാൻ 30ലോട്ട് കിടന്നിരിക്കുകയാണ്. അപ്പോ എന്ത് തോന്നുന്നു 30 എന്ന് ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഇന്നലെ ഞാൻ ഇതിനെ പറ്റി കുറച്ച് ചിന്തിച്ചായിരുന്നു കേട്ടോ. ചെറിയ കുട്ടിയൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് എത്തണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു പ്രായമായിരുന്നു. ഒരു 20, 21, 22, 25 ആവുകയാണെങ്കിൽ പൊളി. അത്രയും ഞാൻ എത്താൻ ആഗ്രഹിച്ചൊരു പ്രായം വേറെ ഉണ്ടായിരിക്കില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുക, ആ ഒരു ഏജിലുള്ള ചേച്ചിമാരെ കാണുക, അവർക്ക് കുറെ ഇങ്ങനെ റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടാവുക, കല്യാണം നടക്കുക, അവർ സ്വന്തമായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുക എന്നൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു താല്പര്യം കാരണമായിരിക്കാം ആ ഒരു ഏജിനോടുള്ള ഒരു ഫാന്റസി എനിക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് 30 എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നില്ല കേട്ടോ. 30ഒക്കെ എത്തുമ്പോഴേക്ക് പലപ്പോഴും എന്താ പറയാ, കുറച്ച് നമ്മുടെ പ്രായം കൂടി പോയോ എന്ന് തോന്നുന്ന ഒരു പ്രായമൊക്കെ ആയിട്ടാണ് ചെറുപ്പത്തിൽ ഞാൻ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം അല്ല കേട്ടോ, ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയല്ലോ. ജീവിതം ഇങ്ങനെ നീണ്ടു നിവർത്തി കിടക്കുകയായിരുന്നു. നമ്മൾ ജീവിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോൾ 20, 21, 22, 23 എൻ്റെ അമ്മേ, എനിക്ക് ആലോചിക്കാൻ പോലും താല്പര്യമില്ലാത്ത കുറച്ച് വർഷങ്ങളുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇതൊക്കെ ചേർക്കാം. ഈ ഒരു വർഷം എനിക്ക് ഇത്രയും ടഫാക്കി തന്നത് ആരാന്നറിയോ? ഞാൻ. എൻ്റെ കുറച്ച് തീരുമാനങ്ങളും എൻ്റെ കുറച്ച് വാശികളും ഒക്കെയാണ് ഈ കുറച്ച് വർഷങ്ങൾ എനിക്ക് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു വർഷമായത്. ഒരു 25ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ സെറ്റിലായി. കുറച്ച് 26, 27, 28ലൊക്കെയാണ് ലൈഫിൽ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടിയത്. ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്, എങ്ങനത്തെയൊക്കെ ആൾക്കാരെ ഞാൻ ജീവിതത്തിൽ നിന്നും തള്ളി പുറത്താക്കണം, എങ്ങനത്തെയൊക്കെ ആൾക്കാരെ ഞാൻ എൻ്റെ ഡോറിൻ്റെ അകത്ത് വെക്കണം, എൻ്റെ എന്തൊക്കെ സ്വഭാവങ്ങൾ മാറ്റണം, എന്തൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്കും കുറച്ച് ഹെൽത്തി ആൻഡ് ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത് ഒരു 28, 29ലൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 21, 22ലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള 3 വൃത്തികെട്ട സ്വഭാവം മുൻനിരയിൽ നിരത്തി വെക്കാൻ പറ്റുന്നതായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ദേഷ്യം, വാശി, പൊസസീവ്നെസ്. ഇത് 3ഉം ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ്. 3ഉം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരാളുടെ സ്വഭാവം തീരുമാനമായി കിട്ടും. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഞാൻ മുൻനിരയിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 27, 28 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് എങ്ങനെ ഈ ഇമോഷൻസ് ഒക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഞാൻ കുറച്ചൊന്ന് പഠിച്ചത്. മുഴുവനായിട്ട് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മുഴുവൻ നമ്മുടെ സ്വഭാവങ്ങളൊന്നും മാറ്റാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ജീവിതത്തിനെ ഒട്ടും ഇമ്പാക്ട് ചെയ്യാത്ത രീതിയിൽ ആ സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നൊരു നല്ല കാര്യം എന്ന് പറയുന്നത്. അത് പറഞ്ഞു വന്ന ഇതൊന്നുമല്ല. 30 ആവുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പ്രത്യേകിച്ചൊന്നും തന്നെ തോന്നുന്നില്ല. ഒരു 20ൽ നിന്ന് 30ലോട്ട് കിടക്കുമ്പോൾ ഞാനിങ്ങനെ കുറച്ച് പേരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ വിഷമമൊക്കെ ഫീൽ ചെയ്തു, ഒരു ചെറിയ നെഞ്ഞിന്റെ വിങ്ങലൊക്കെ ഫീൽ ചെയ്തു. 20 കഴിഞ്ഞല്ലോ, 30ലോട്ട് എത്തിയല്ലോ എന്നുള്ളതൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇറ്റ്സ് ജസ്റ്റ് അനദർ ബർത്ത്ഡേ എന്നുള്ളൊരു ഫീലിംഗ് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മെയിൻലി 2 റീസണാണുള്ളത്. ഒന്നീ പറഞ്ഞതുപോലെ ഏർലി 20സിനെക്കാളും വളരെയധികം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ കണ്ടുപിടിച്ചതിന്റെ ലേറ്റ് 20സിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഏജ് എന്ന് പറയുന്ന നമ്പറിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി കുറച്ചൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. എൻ്റെ ചുറ്റുമുള്ള അധികം ആൾക്കാരും എന്നെക്കാളും മൂത്ത ആൾക്കാരാണ്. ഇവർ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ അടിപൊളിയാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒന്നിനും അവർക്ക് പ്രായം ഒരു ലിമിറ്റേഷൻ അല്ല. അത് കണ്ട് അങ്ങനത്തെ ഒരു ആൾക്കാരോടൊപ്പം ഞാൻ ജീവിച്ച് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് 30 എന്നുള്ളതൊക്കെ വളരെ ചെറിയൊരു നമ്പറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാലും ഞാനിങ്ങനെ 20 കഴിഞ്ഞു, ഞാൻ 30ലോട്ട് കിടക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ എനിക്കൊരു വൈബ് തന്നായിരുന്നു. പ്രായമായി, അതായി, ഇതായി എന്നുള്ള മട്ടിലൊക്കെ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ചേഞ്ച് ചെയ്തോന്ന് എനിക്കറിയില്ല. പക്ഷെ മുന്നേ ഒക്കെ കുറെ പേരൊക്കെ 30+ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രായമായ പോലത്തെ ഒരു ഫീലാണ്.
പ്രായം കഴിയുന്തോറും വർഷം മുന്നോട്ട് പോകുന്തോറും നമ്മുടെ പ്രായം മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ പ്രായം മുകളിലോട്ട് പോകുന്തോറും നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും സൊസൈറ്റിയിലുള്ള കുറച്ച് പേര് നമ്മൾ പിടിച്ച് താഴത്തോട്ടിടും. ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനോ, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനോ, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനോ, ഇഷ്ടമുള്ള ആൾക്കാരോടൊപ്പം എന്താ പറയുക ഡേറ്റിന് പോകാനോ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാരോടൊപ്പം പാർട്ടി ചെയ്യാനോ, അല്ലെങ്കിൽ എന്തും നമുക്ക് ജീവിതത്തിൽ ഇഷ്ടമുള്ള എന്ത് കാര്യവും ചെയ്യാൻ പ്രായം എന്ന് പറയുന്ന കാര്യം ഒരു ലിമിറ്റേഷൻ അല്ല. പ്രായം കുറച്ച് ഇമ്പാക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിനെയാണ്, മൈൻഡിനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കത് പൊളിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൈൻഡ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഹെൽത്തിൽ വരുന്ന ഇമ്പാക്റ്റ് നമ്മൾ കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ മസിൽ ട്രെയിനിങ് ചെയ്തിട്ടും പ്രോട്ടീൻ കഴിച്ചിട്ടും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തിട്ടും യോഗ ചെയ്തിട്ടും നമ്മുടെ ബോഡിക്ക് വേണ്ട കാര്യങ്ങളും കൂടെ കൊടുത്ത് നമുക്കൊന്ന് പൊളിയാക്കി കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏജിങ് ഇസ് ബ്യൂട്ടിഫുൾ, അല്ലെങ്കിലും ഏജിങ് ഇസ് ബ്യൂട്ടിഫുൾ, ഓക്കെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും വർഷം എന്താ പറയുക ഇഷ്ടമുള്ള ആൾക്കാരോടൊപ്പം ഇഷ്ടമുള്ള രീതിയിൽ സ്നേഹിച്ചും സ്നേഹം കൊടുത്തും സ്നേഹം വാങ്ങിയൊക്കെ ജീവിക്കാൻ പറ്റുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ വിത്ത് ദാറ്റ് സെറ്റ് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗാണ്. ഇന്ന് എനിക്ക് കുറച്ച് കളി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗാണ്. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് ആഘോഷങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേയുടെ ഭാഗമായിട്ട്. അതൊക്കെ കണ്ട് നമുക്കൊന്ന് തിരിച്ചു വരാം. അപ്പൊ എന്തായാലും ഇനി സമയം കളയണ്ട, വെൽക്കം ടു another episode of Tani Malayalis Prahasanam. ഇതൊരു പ്രീ ബർത്ത്ഡേ സർപ്രൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. നവംബർ 12-ാം തീയതിയാണ് ഈ കലാപരിപാടികൾ നടക്കുന്നത്. ഇന്നാണ് വിനിയുടെ ബർത്ത്ഡേ. ഞാനിവിടെ എത്തുന്നത് വിനിക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ള മട്ടിലാണ്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ് ഇത് എനിക്കും കൂടുതലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു എന്ന്. ഞാൻ അത്യാവശ്യം സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ ഇത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു തീം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നേ വരെ ചിന്തിക്കാത്തൊരു തീം. ഇതിൻ്റെ പരിപാടിയുടെ കോർഡിനേഷനും ചെയ്തിട്ടുള്ളത് റോസും അൻഷിഫയും ഗീതവും കൂടെയാണ് കേട്ടോ. എല്ലാ കാണുന്ന കാര്യങ്ങളും അവർ ഷീനെന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ആ ഒരു കാണുന്ന ടൈയും ഹെയർ ബാൻഡും ഗ്ലാസസും എല്ലാം. അങ്ങനെ 30 ആവുന്നതിൻ്റെ മുന്നേ തന്നെ 30th ബർത്ത്ഡേയുടെ കേക്ക് ഞാനും വിനിയും കൂടെ കട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ നവംബർ 14 എനിക്ക് എന്നും ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. പക്ഷെ അത് കൂടുതലൊരു സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളൊരു മോഡലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഒരു കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോഴാണ് കൂടുതൽ ഫ്രണ്ട്സിനായിട്ട് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അടുത്തത് സമ്മാനം പൊട്ടിക്കൽ ചടങ്ങാണ്. നമുക്ക് 2 പേർക്കും ഷൂ ആണ് കേട്ടോ ഗിഫ്റ്റായിട്ട് കിട്ടിയത്. ഒപ്പം എനിക്കൊരു വാട്ടർ ബോട്ടിലും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചോദിച്ച് വാങ്ങിച്ച ഗിഫ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ. എനിക്ക് വെള്ളം കുടിക്കുന്ന കുപ്പീനോട് ഒരു പ്രത്യേക തരം ഇഷ്ടമുണ്ട്. ഞാനിത് വാങ്ങിച്ച് തറവാട് കുടുംബമാവുന്നുള്ള അവസ്ഥയായി കഴിഞ്ഞപ്പോൾ വിഷ്ണു എന്നെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചു ഇക്കൊല്ലം ഞാൻ ഇനി ബോട്ടിൽസ് വാങ്ങിക്കില്ല എന്ന്. അങ്ങനെ എനിക്ക് ഗിഫ്റ്റായിട്ട് ഇത് വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രദൂനെ കൊണ്ടും ഗീതുവിനെ കൊണ്ടും വാങ്ങിപ്പിച്ചതാണ് ഈ ഒരു വാട്ടർ ബോട്ടിൽ. അൻഷിഫയും ഷെറീറും കൂടെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നെതർലാൻഡ്സിൽ കിട്ടുന്ന ഞാൻ കഴിച്ചിട്ടുള്ള ബെസ്റ്റ് ബിരിയാണി ഇവർ ഉണ്ടാക്കുന്ന ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. ബിരിയാണി റെസിപ്പി ഷെയർ ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് എനിക്ക് അറിയാം കേട്ടോ. ഇന്ന് ഇവർ ഈ ബിരിയാണി ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിയെങ്കിൽ ഇന്ന് വന്ന് ഷൂട്ട് ചെയ്യായിരുന്നു റെസിപ്പി. ഈ കോഴിക്കാല് എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഞാനും വിഷ്ണുവും കൂടെ ആരൊക്കെ കാല് വേണമെന്നുള്ള അടിയില്ല. എനിക്കിത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. കൗസല്യടുത്തേക്ക് പൊടിക്കാനാണ് കഴിവെങ്കിൽ പ്രദുവിന് ബീഫ് ഡ്രൈ ഫ്രൈയിലാണ് കഴിവ്. നല്ല അടിപൊളി ബീഫ് വരട്ടിയത് ഉണ്ടാക്കും കേട്ടോ പ്രദു. അപ്പോൾ പ്രദുവിൻ്റെ ബീഫ് വരട്ടിയതും കൂടെ ഉണ്ടായിരുന്നു ഇന്ന്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് സമ്മാനമൊക്കെ പൊട്ടിച്ച് നമ്മളിന്ന് യാത്ര പറയുകയായി. നാളെ എല്ലാവർക്കും വർക്കിംഗ് ആണ്, അതുകൊണ്ട് വീട്ടിൽ പോവാം. ഇതെനിക്ക് അടുത്തൊരു വലിയ സർപ്രൈസ് ആയിരുന്നേ. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കിടിലൻ ബൊക്കെ പേരും നാടും വീടും ഒന്നുമില്ലാതെ വീട്ടിൽ ഡെലിവേർഡായി. ആരാ സമ്മാനം തന്നതെന്ന് അറിയാത്തൊരു സാധനം വീട്ടിലെത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒടുക്കത്തെ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കില്ലേ നമുക്കിത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ മുകളിൽ എൻ്റെ സസ്പെക്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഞാൻ മെസ്സേജ് ചെയ്തു. പക്ഷേ ഈ പൂവാഴ്ച പൂക്കാരിനെയോ പൂക്കാരനെയോ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ. ആളെ കിട്ടാഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിന്ന് അൽക്ക് അറേഞ്ച് ചെയ്തതാണോ എന്ന് വരെ ഞാനൊന്ന് സംശയിച്ചു. പക്ഷെ അൽക്കനെ എനിക്ക് അറിയുകൊണ്ട് അവൾ ഇത്രയും എഫേർട്ട് എടുക്കില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ആരാന്നുള്ളത് നല്ലോണം ഒന്ന് പരതി കഴിഞ്ഞപ്പോൾ എനിക്ക് ആളെ കിട്ടി. പറഞ്ഞു കഴിഞ്ഞാൽ ആളെ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ 1 മില്യൺ സെലിബ്രേഷനിലല്ലാതെ പുള്ളിക്കാരി കാര്യമായിട്ട് നമ്മുടെ വ്ളോഗിൽ അപ്പിയർ ചെയ്തിട്ടില്ല കേട്ടോ.
ടൊളുവും കൃഷ്ണയാണ് നമുക്ക് ഈ ഒരു ബൊക്കെ അയച്ചിട്ടുള്ളത്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബൊക്കെ മാത്രമല്ല കേട്ടോ, ആളാരാന്ന് അറിയാതിരുന്നു കഴിഞ്ഞപ്പോൾ അത് കണ്ടുപിടിക്കാനൊരു എക്സൈറ്റ്മെന്റ് നല്ല രസമുണ്ടായിരുന്നു. നവംബർ 13 വൈകുന്നേരം ഒരു 10:30 കഴിഞ്ഞപ്പോൾ ഒരു കോളിംഗ് ബെല്ല് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ജാഥ. നമ്മുടെ 1 മില്യൺ സെലിബ്രേഷനിൽ വന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു തലേന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ എല്ലാ ബർത്ത്ഡേ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ഈ ഒരു 5, 10, 15, 20, 25, 30, 35, 40, 45, 50 അങ്ങനത്തെ ഇയേഴ്സൊക്കെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ജനസമൂഹം സമുദ്രം അല്ലേ എല്ലാവരും വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാനും വിഷ്ണുവും കൂടെ ഒരു ചെറിയ പരിപാടിയാണ് ഇത് ഉണ്ടാവാറുള്ളൂ. കേക്ക് കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട കേക്ക് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ 1 ആയിട്ട് റാങ്ക് ചെയ്യാൻ പറ്റിയ ഒരു കേക്ക്. ഒരു ഭയങ്കര ചൊയ്യായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മാത്രമല്ല, ഈ പരിപാടിക്ക് വന്ന ആർക്കും ഒരു കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കോർണർ ഇവരെല്ലാവരും കൂടെ തട്ടിക്കൂട്ടി ഇപ്പം ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഈ ഒരു 30 ഓർമ്മയില്ലേ, നമ്മൾ ഇന്നലത്തെ സെലിബ്രേഷനിൽ വെച്ചിട്ടുള്ള അതേ 30ആണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം കണ്ടു പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് വേറുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് കേട്ടോ. അതായത് നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പിള്ളേരെല്ലാവരെയും കൂടെ വിളിച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്യുക. നമ്മുടെ പരിപാടിക്ക് പൊതുവേ നമ്മൾ കേക്ക് കട്ട് ചെയ്യുകയാണെങ്കിലും നമ്മളെക്കാളും കേക്ക് കട്ട് ചെയ്യാൻ എക്സൈറ്റ്മെൻറ്റ് പിള്ളേർക്കായിരിക്കും. അപ്പോൾ അവരെയും കൂടെ വിളിച്ച് കട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഞാൻ കണ്ട് അത് ഒരു നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കി ഞാനിപ്പോൾ ചെയ്യാൻ തുടങ്ങിയ കാര്യമാണ് കേട്ടോ, പിള്ളേരെ വിളിച്ചുകൊണ്ടുള്ള ഈ ഒരു കേക്ക് കട്ടിങ്. എന്നാൽ ഇനി സമയം കളയണ്ട, നമുക്ക് കാൻഡിലൊക്കെ കത്തിച്ച് നല്ലൊരു വിഷ് മനസ്സിൽ വിചാരിച്ച് കാൻഡിൽ ഊതി കിടത്തി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. Happy birthday to you. Happy birthday to you. Happy birthday dear Aishu. Happy birthday to you. Long Sasalefa, long Sasalefa, long Sasalefa in the gloria, in the gloria, in the gloria. എല്ലാവരും പാട്ട് പാടുന്ന കൂട്ടത്തിൽ സ്റ്റീവ് കുറച്ച് ഹമ്മിങ് പാടുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പുള്ളി കരയായിരുന്നു. പുള്ളിക്ക് പ്രശ്നം ആ കേക്ക് എല്ലാവരും കൂടെ അല്ലാതെ പുള്ളിക്ക് ഒറ്റയ്ക്ക് കട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ചെറിയ പ്രശ്നം പുള്ളിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും പാട്ട് നിർത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ അതും കഴിഞ്ഞു. ഒരു അരമണിക്കൂറിനുള്ളിൽ എല്ലാവരും ഇറങ്ങുകയാണ്. കാരണം നാളെ പിള്ളേർക്കും ഇവർക്കും എല്ലാവർക്കും ജോലിയും സ്കൂളും എല്ലാം ഇല്ലേ. ഗീതോനും കൂടെ കേക്ക് കൊടുത്ത് ഈ ഒരു കേക്ക് കൊടുക്കൽ പരിപാടി അവസാനിപ്പിക്കാം. ഇത് കഴിഞ്ഞ് ദീപചേച്ചി അൻഷിഫയുടെയും വക കുറച്ച് സ്നേഹപ്രകടനം ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് 3 പേർക്കും ഒന്ന് കുളിക്കേണ്ടി വന്നു. ആ സ്നേഹപ്രകടനം കഴിഞ്ഞ് എല്ലാവരും പോയി. വിഷ്ണു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നേ, നമ്മുടെ ബർത്ത്ഡേയുടെ തലേന്ന് ഇങ്ങനെ ഒരു 10-30 ആൾക്കാർ നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടി വരിക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. സോ ബി ഗ്രേറ്റ്ഫുൾ. ആ ഡയലോഗ് ചെറുതായിട്ടൊന്ന് നെഞ്ഞു തട്ടിയിട്ടുണ്ടായിരുന്നു. ബൈ ബൈ. താൻ പോവാണോ? ഇതെനിക്ക് ദീപചേച്ചി തന്ന ഗിഫ്റ്റാണേ. ദീപച്ചയുടെ കാലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇങ്ങനത്തെ ഒരു തള കിടക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത്. ഞാൻ നമ്മുടെ നാട്ടിൽ മൊത്തം നടന്നു തപ്പി അങ്ങനത്തെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ദീപച്ചി ഗുജറാത്തിൽ പോയി വന്നപ്പോൾ എനിക്ക് വാങ്ങി വന്നായിരുന്നു ഇത്.
ഞാനൊരു ബൊക്കെ സ്റ്റോർ റൂമിൽ കണ്ടുപിടിച്ചായിരുന്നു. പക്ഷെ ഞാൻ പാവല്ലേ എന്ന് വിചാരിച്ചു മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ അടിച്ചായിരുന്നു. പക്ഷെ വിഷ്ണു കണ്ടു ചെയ്യാതെടുക്കണം. താങ്ക് യു. ഗിഫ്റ്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞെങ്കിലും ദേ ഇങ്ങനെ ഒരു ചെറിയ സമ്മാനം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു പെർഫ്യൂം ആയിരുന്നേ. ഈ 2 ആഘോഷങ്ങളും ഞാൻ അറിഞ്ഞതായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ നടന്നപ്പോഴാണ് ഈ 2 ആഘോഷങ്ങൾ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നത്. അപ്പോൾ എല്ലാ വ്ളോഗ്സിലും വീഡിയോസിലും പറയുന്ന പോലെ എൻ്റെ ചുറ്റുമുള്ള ഈ ആൾക്കാരാണ് എൻ്റെ സ്ട്രെങ്ത്. ഞാൻ അവർക്കും അവരെനിക്കും കൊടുക്കുന്ന സ്നേഹമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇതല്ലാതെ ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ടുള്ളൊരു പ്ലാനൊന്നും ഈ ഒരു ഡേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വിഷുവിന് ലീവ് എടുക്കാൻ പറ്റില്ല. വിഷുവിനൊരു ഡിപ്ലോയ്മെൻറ്റ് ഉണ്ടെന്നുള്ളത് ഓൾറെഡി നമുക്ക് അറിയുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡേ ഞാൻ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യണം, ഒറ്റയ്ക്ക് എന്തെങ്കിലും പോയി ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഫുൾ ഡേ ഞാൻ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് ചൊറികളകും. ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എൻ്റെ ചൊറിക്കുള്ള റീസൺ ഞാൻ തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ വിഷ്ണുവിൻ്റെ തലയ്ക്ക് ഇട്ടിട്ട് അതൊരു അടി ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ എന്നെ മാക്സിമം എൻ്റർടൈൻ ചെയ്യുമെന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു. അതിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മളിന്ന് രാവിലെ എണീറ്റ് ഇപ്പം നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി. വലിയൊരു പ്ലാനൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു വേണ്ടി നമുക്ക് പുറത്ത് പോവാം. ഓക്കെ, നമ്മള് കൊട്ടിയും വട്ടിയും ചട്ടിയൊക്കെ എടുത്ത് റെഡിയായി. നമുക്ക് പുറത്തു പോവാം. നല്ലോണം വിശക്കുന്നുണ്ട്. രാവിലെ കണ്ടൊരു യോഗട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബ്രഞ്ച് കഴിക്കാം ആദ്യം പോയിട്ട്. പിന്നെ കുറച്ച് പരിപാടികളുണ്ട്, അതിലോട്ട് നമുക്ക് കിടക്കാം. നമ്മൾ നേരത്തെ പ്രായത്തെ പറ്റി പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ ഒരു കാര്യം മെൻഷൻ ചെയ്യാൻ മറന്നായിരുന്നു കേട്ടോ. മറവി എനിക്ക് ഒരു 10 വയസ്സായപ്പോൾ എൻ്റെ ഒപ്പം തുടങ്ങിയതാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു 1/4 മണിക്കൂർ എൻ്റെ കണ്ണട നേർന്നിട്ടാണ് ഞാൻ പോയത്. എവിടെയാ വെച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല, കാണാനേ ഇല്ല. അപ്പോൾ ഞാൻ പോട്ടെ. നിങ്ങൾ നോക്കണേ, ഞാൻ കാറൊക്കെ എടുത്തിങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ട് ഗീതു വിളിക്കുന്നു. അൻഷിഫിയും റോസും ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ ഡിന്നറിന് പോകാം. എന്തായാലും ഞാൻ ഒറ്റയ്ക്കല്ലേന്ന് ഞാൻ അവരോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് പൊളിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ളത്. അപ്പോൾ ആ പൊളി അവർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ലഞ്ച് കഴിക്കാന്നുള്ളൊരു തീരുമാനം എടുത്തു. നമുക്ക് എന്തായാലും ആദ്യം പോയി ലഞ്ച് കഴിക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അല്ലേ. കാറിൽ ഒട്ടും ചാർജില്ല. അതുകൊണ്ട് എൻ്റെ പ്ലാൻ ഇവിടുത്തെ ഒരു പാർക്കിങ്ങിൽ വന്നിട്ട് ചാർജ് ചെയ്യാൻ ഇടാമെന്നായിരുന്നു. പക്ഷേ ഇവിടെ ഒറ്റ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഇതും അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല. തൽക്കാലം ഞാനവിടെ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. റോസും അൻഷിഫിയും ഗീതും ഒക്കെ ഇവിടുന്ന് തൊട്ടടുത്തുള്ള മെട്രോ കൺഫ്യൂഷനായല്ലോ. റോസും അൻഷിഫിയും ഗീതും ഒക്കെ ഇവിടുന്ന് തൊട്ടടുത്തുള്ള ട്രാം സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനും കൂടെ അവിടെ എത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സെൻട്രം പോകാമെന്നാണ് വിചാരിക്കുന്നത്. റാമാണ് അങ്ങ് ദൂരെ അവിടെ നിർത്തിയിട്ടുള്ളത്. ഓടാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ബൂട്ട്സ് ഒക്കെ ഇടുമ്പോൾ ഓടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ശ്രമിക്കാം. ട്രാമിൽ കയറി നല്ലൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫോൺ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ക്ലാരിറ്റി ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നില്ലേ. അപ്പോൾ ഞാൻ ഫോൺ മാറ്റി കഴിഞ്ഞപ്പോൾ ഇതിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ അങ്ങനെ കാർഡ് കൊണ്ടുപോകുന്നൊരു സിസ്റ്റം ഒന്നുമില്ല. കാരണം ഫോണിൽ തന്നെയാണ് നമ്മൾ ആപ്പിൾ പേ ആണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഞാനിതിൽ എല്ലാം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. ഫോൺ മാത്രം എടുത്തിറങ്ങി. ഈ ഒരു ട്രാമിൽ കയറാൻ വരെ എൻ്റെ കയ്യിൽ പൈസയോ അല്ലെങ്കിൽ കാർഡോ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇല്ലീഗലായിട്ടാണ് ഇതിൽ കയറിയിട്ടുള്ളത് കേട്ടോ. കാരണം ഞാൻ പേ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടുന്ന് അടുത്ത സ്റ്റോപ്പിൽ ഗീതു കയറും. ഗീതുവിൻ്റെ എക്സ്ട്രാ കാർഡ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വെച്ച് നമുക്ക് അവിടുന്ന് പേ ചെയ്യാം. ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണത്. പക്ഷെ ഇന്ന് വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഒരു സാധനം പേ ചെയ്യാനുള്ള ഇത് മെൻ്റലില്ല. ഞാൻ ഇത് കഴിഞ്ഞ് ഷോപ്പിങ്ങിന് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ തെണ്ടി പോയതേ. കാരണം 5 പൈസ ഇല്ല കയ്യിൽ. 30th ബർത്ത്ഡേയുടെ അത് സ്പെഷ്യലായിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അന്തസ്സായിട്ട് കള്ളവണ്ടി കയറിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്റ്റോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഒരു ചടപ്പുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. റോസ് എന്തോ രാവിലെ എന്തൊക്കെയാണ് കഴിച്ചത്? രാവിലെ എഴുന്നേറ്റപ്പോൾ പുട്ടും കടലയും, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റീവിന് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഒരു ഫ്രഞ്ച് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടല്ലേ അൻഷിഫ? ഞാൻ ഒരു 11 മണിക്ക് എണീറ്റ് പിന്നെ പ്രതുവിൻ്റെ കുറച്ച് ബീഫും ഒരു പൊറോട്ട. ആ ബീഫ് വീട്ടിലുണ്ടായിരുന്നല്ലോ. ശരിയാ. കഴിഞ്ഞിട്ടില്ല? ഇല്ല, അടിപൊളി ടേസ്റ്റ് തോന്നിയേക്കത്. ഓ ഞാനത് മറന്നേ പോയി. പക്ഷെ ഞാൻ ആകെ ഒരു യോഗട്ടിന്റെ ഒരു ചെറിയ ഒരു സാധനം കഴിച്ച. എനിക്ക് എനിക്ക് ബിരിയാണിയുടെ കൂടെ സൈഡായിട്ട് അത് മാത്രം പറ്റില്ല.
ഇതെന്താ കഴിച്ച? ഇത് വായു വെള്ളം. ഇന്ന് നിങ്ങൾ വന്നത് ഞാൻ ഒരിക്കലും മറക്കില്ല. 5 പൈസ ഉണ്ടായിരുന്നില്ല കയ്യിലറിയോ? എങ്ങോട്ട് പോണെന്ന് പോലും അറിയില്ല. കാറില് ചാർജും ഇല്ല. എവിടെ എങ്ങനെ എത്തുന്ന പോലെ ഒരു ഐഡിയ ഉണ്ട്. ഒരു സ്റ്റോപ്പല്ലേ, പൈസ ഇല്ല. ഈ ജാക്കറ്റ് മതിയോ അല്ലെങ്കിൽ ഷൂ മതിയോ എന്നൊക്കെ ചോദിക്കണ്ട്. ശിശിരകാലം എന്ന് പറഞ്ഞ ഏതാ? ഓട്ടം അല്ലേ? തണുപ്പാണ്, ഐ തിങ്ക് വിന്റർ. ഇല പൊഴിയും ശിശിരത്തിൽ. ഓ അപ്പൊ ഓട്ടാണ്. വിന്ററിലല്ലേ അപ്പൊ കൊഴിയാ. നമ്മൾ ആംസ്റ്റർഡാം സെൻട്രലിലോട്ടാണ് കേട്ടോ വന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ ഫുഡിനുള്ള ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഒരു കൊറോണയ്ക്ക് ശേഷം എത്രയോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. ഒരു പ്രോപ്പർ കേരള റെസ്റ്റോറൻ്റ് ഇല്ല, പക്ഷെ എന്നാലും ഏകദേശം നമ്മുടെ ഒരു കൊതിയടക്കാൻ പറ്റിയ രീതിയിലുള്ള എല്ലാ ഭക്ഷണവും ഇപ്പോൾ ഇവിടെ കിട്ടും കേട്ടോ. നല്ല കിടലുമായി ഭക്ഷണം എല്ലാം കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് പോകാനുള്ള വഴി നോക്കിയപ്പോഴാണ് നമുക്ക് നല്ല എമണ്ടൻ പണി കിട്ടിയത്. നമ്മുടെ റൂട്ടിലോട്ട് പോകുന്ന പല ട്രാമും ക്യാൻസലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പല ട്രാമുകളിലും കയറി ഇറങ്ങി ബസ്സിൽ കയറി ഇറങ്ങിയിട്ടൊക്കെയാണ് നമുക്ക് സ്റ്റോപ്പിലോട്ട് എത്താൻ വേണ്ടി പറ്റിയത്. എൻ്റെ മുന്നിൽ പിറ്റി 2 പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്ന്, ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ വീട്ടിലെത്തണം എന്നുള്ള ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു. ഞാനും വിഷ്ണുവും കൂടെ ഒരു ചെറിയ ഡിന്നറിന് പോകാനുള്ള പ്ലാൻ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കാറിൽ ചാർജും ഇല്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞ സമയത്തിന് വീട്ടിലെത്താനുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്ക് ഈ വിന്റർ ടൈം ആയി കഴിഞ്ഞാൽ ഭയങ്കര സൈനസ് ഇഷ്യൂ ആണ് കേട്ടോ. ഒരു നേസൽ സ്പ്രേ വാങ്ങിക്കാം ആദ്യം. എനിക്കൊരു നേസൽ സ്പ്രേ വാങ്ങിച്ചു തരുമോ? ആലോചിക്കട്ടെ. എനിക്ക് കുറച്ച് ശ്വാസം വാങ്ങിച്ചു തരുമോ? തന്റെ ശ്വാസത്തിന് വില ശ്വാസത്തിന് വില ഞാൻ വെക്കും. 3 യൂറോ പ്ലീസ്. ഒരു നേസൽ സ്പ്രേ. അത് സാധനത്തിന് വില ഇനി ഒരു വരെ ഞാൻ വെക്കും. തന്റെ ജീവന് വില. തന്റെ ജീവൻ എൻ്റെ കയ്യിലാണ്. വിന്റർ ടൈമിൽ അധികം ഞാനൊരു ചീഞ്ഞ അവസ്ഥയായിരിക്കും കേട്ടോ. കാരണം കയ്യിലൊരു 4 ടിഷ്യൂ, മൂക്കും ചെവി എല്ലാം അടഞ്ഞൊരവസ്ഥയായിരിക്കും എനിക്ക്. മനുഷ്യനോടും തൽക്കാലം നമ്മളൊരു യാത്ര പറഞ്ഞ് നമ്മൾ നേരെ ഒരു പെർഫ്യൂം നോക്കാൻ വേണ്ടി പോവുകയാണേ. ഒരു 5 മിനിറ്റിൽ ഒരു പെർഫ്യൂം. ഇത് ആർക്കാണ്? വിഷ്ണു. എനിക്ക് ഒരു പെർഫ്യൂം വിഷ്ണുവിന്. ഉദ്ദേശം എന്താന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് വിഷ്ണുവിൻ്റെ ഒരു പെർഫ്യൂം വാങ്ങിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വിഷ്ണു നല്ല ഓട്ടമായിരുന്നു കേട്ടോ. നമ്മുടെ 1 മില്യൺ സെലിബ്രേഷനും അത് കഴിഞ്ഞ് ഈ ഒരു 30th ബർത്ത്ഡേ സെലിബ്രേഷനും അതിൻ്റെ ഒപ്പം വിഷ്ണുവിൻ്റെ ജോലിയും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് വിഷ്ണു ഒരു ഓട്ടത്തിലായിരുന്നു. എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ വിഷ്ണു കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു അപ്രീസിയേഷൻ എനിക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്തതിന് കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. കാറിന് ചാർജിങ് പ്രശ്നമായത് കാരണം നമ്മൾ ടെസ്ല സൂപ്പർ ചാർജറിൽ വന്നിരിക്കുകയാണ്. ആൻഡ് ഇന്നേ വരെ ഞാനിത് ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്കറിയാൻ പാടില്ല. ഞാൻ വീടിൻ്റെ വാതിക്കുള്ള ചാർജർ മാത്രമല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു പണി എനിക്ക് കിട്ടിയത്. അപ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പെടു വന്നിരിക്കുകയാണ് എൻ്റെ ഒപ്പം. നമുക്കിത് പാർക്കിങ്ങിൽ നോക്കിയിട്ടും ചാർജിങ് ഒന്നും കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. യെസ്, 108. നമ്മൾ നേരത്തെ തിരിഞ്ഞപ്പോൾ 93 ആയിരുന്നില്ലേ? 93 ഹിയർ വി ഗോ. നമ്മൾ സമ്മാനമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. വിഷ്ണു ജോലിയിൽ ഭയങ്കര അധികം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഭയങ്കര വർക്കഹോളിക്കാണ്. മുന്നേ ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ചില ആൾക്കാർക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വേറെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. വിഷ്ണുവിന് അങ്ങനെയല്ല. വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുന്ന് വർക്ക് ചെയ്യുക തന്നെ വേണം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കുറേ പരിപാടിയൊക്കെ ആയതിൻ്റെ ഒപ്പം വർക്ക് വിഷ്ണു അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. നമ്മുടെ 1 മില്യൺ സെലിബ്രേഷന് ശേഷം ഇങ്ങനെ എല്ലാവരും കൂടെ വരുന്ന ഒരു ബർത്ത്ഡേ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. വിഷ്ണു ജീവിതത്തിൽ വർക്കിൽ ഹാപ്പി ആണെങ്കിൽ മാത്രം ജീവിതത്തിൽ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ കണ്ട പരിപാടിയെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചത് വർക്കിന് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് വിഷ്ണു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഭാഗത്തുനിന്ന് വിഷ്ണു ചെയ്ത് എനിക്ക് വേണ്ടി എടുത്ത എഫേർട്ടിന് ഒരു അപ്രീസിയേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പുള്ളി കുറച്ചൊരു സന്തോഷമാവുമെന്ന് എനിക്ക് തോന്നുന്നു. പോകണമെന്നില്ല, അല്ല ദൂരെ വരെ പോകണമെന്നില്ല, അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് കഴിച്ചിട്ട് വരാം. ഇന്ന് നമ്മളൊരു ഡിന്നറിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആംസ്റ്റർഡാമിലുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ, ഒരു പോർച്ചുഗൽ റെസ്റ്റോറൻറ്റിലും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാനായിരുന്നു പ്ലാൻ. ക്യാൻസൽ ചെയ്തോ? രണ്ടും പോർച്ചുഗലിൽ ക്യാൻസൽ ചെയ്തു. ചൈനീസിൽ പോകണ്ടെന്ന് ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയുമായിരുന്നു. കാരണം വിഷ്ണു കുറച്ച് ദിവസമായിട്ട് കുറച്ച് ടയർഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് കഴിക്കണോ അല്ലെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയി കഴിക്കാം. അങ്ങനെ ഒരു സ്പെഷ്യലാക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഓൾറെഡി ഒരുപാട് സ്പെഷ്യലായ ഫീലിംഗ് കിട്ടി എന്ന് ഞാൻ പറയുന്നു. എൻ്റെ മുഖത്ത് കടുന്നല് കുത്തിയ പോലെ വയ്യാണ്, ഭയങ്കര ക്ഷീണവും. അത് കഴിഞ്ഞാൽ ഓഫീസിലെ ടാസ്ക് ഏറ്റെടുത്തിട്ട് തീർന്നിട്ടില്ല. എനിക്ക് ഭയങ്കര പ്രാന്തമാണ്.
തൽക്കാലം ഈ ഒരു വ്ളോഗിങ് നമുക്കിവിടെ നിർത്താം കേട്ടോ. കാരണം വിഷ്ണുവിന് കുറച്ച് സ്പേസ് വേണമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അധികം ബഹളമൊന്നും ഇല്ലാതെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു നൈറ്റ് നമുക്ക് വിഷ്ണു ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നൈസിന് ഞാൻ ഒന്ന് പെർഫ്യൂമൊക്കെ എടുത്തിട്ടാണ്. പക്ഷേ ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇന്ന് ഞാൻ ഈ വിഷ്ണുവിനെ കുറച്ച് സമാധാനവും സന്തോഷം കൊടുക്കട്ടെ അല്ലേ? നിർത്തട്ടെ വ്ളോഗ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു മീ.